നമസ്കാരം. വാർത്തകളെ കൊണ്ട് നിറഞ്ഞൊരു ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി പുകയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായ രാജിവെക്കലുകൾ നമ്മൾ കണ്ടതാണ്. രഞ്ജിത്തും സിദ്ദിഖും അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചിരുന്നു. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഇതോടെ അടുത്ത മുന മുകേഷിലേക്ക് നീണ്ടിരിക്കുകയാണ്. മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച ടെസ് ജോസഫ് വീണ്ടും രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം നിയമം അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും സ്ഥിതി മെച്ചപ്പെടുമെന്ന് എങ്ങനെ കരുതാനാകുമെന്നും കാസ്റ്റിംഗ് സംവിധായികയായ ടെസ് ജോസഫ് ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റോറിയിലൂടെ വ്യക്തമാക്കുന്നു. 2018 ടെസ് മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ചത്. ഇത് രാഷ്ട്രീയ ആരോപണമാണെന്ന് പറഞ്ഞ് മുകേഷ് രംഗത്തെത്തി. പക്ഷേ അത് ആരും ഏറ്റെടുത്തില്ല. യൂത്ത് കോൺഗ്രസുകാർ വീട്ടിലേക്ക് മാർച്ച് നടത്തി. ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ സൃഷ്ടിക്കപ്പെട്ട സംവിധാനങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് ടെസ് പറയുന്നത്. എന്നാൽ പശ്ചിമ ബംഗാളിലെ ഭരണകൂടത്തിന് വേണ്ടി വാദിക്കാൻ അഭിഭാഷകർ നിരനിരയായി അണിനിരക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ രംഗം മൊത്തം നിശബ്ദതയിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അധികാരത്തിലിരിക്കുന്നവർക്ക് അനുയോജ്യമായ നിയമങ്ങൾ വളച്ചൊടിക്കുന്ന ഈ കാഴ്ചകൾ മുന്നിലുള്ളപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാനാകും? വിശ്വസിക്കണോ? ഈ സിസ്റ്റം ചരക്കായി മാറിയിരിക്കുന്നു. അതിലേക്ക് എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഞാനില്ല. അതെന്നെ ആഴത്തിൽ ദുഃഖിപ്പിക്കുന്നുവെന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ടെസ ജോസഫ് എഴുതിയിരിക്കുന്നത്. ബോളിവുഡിൽ സജീവമായ കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് 2018 മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ചത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ സംവിധായികയായിരുന്ന സമയത്തെ അനുഭവമാണ് ടെസ് തോമസ് അന്ന് പുറത്തുവിട്ടത്. അന്ന് തനിക്ക് 20 വയസ്സാണ് പ്രായമുണ്ടായിരുന്നതെന്നും പരിപാടിയുടെ സമയത്ത് നടൻ മുകേഷ് തന്നെ ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നുവെന്നും, എന്നാൽ ഇതിന് വഴങ്ങാതെ വന്നതോടെ തന്റെ റൂം മുകേഷിന്റെ റൂമിനടുത്തേക്ക് മാറ്റിയെന്നും സമൂഹമാധ്യമമായ എക്സിൽ ടെസ് തോമസ് കുറിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും തന്നെ രക്ഷിച്ചത് തന്റെ ബോസും തൃണമൂൽ കോൺഗ്രസ് എംപിയുമായിരുന്ന ഡെറിക് ഒബ്രയാൻ ആയിരുന്നുവെന്നും ടെസ് ജോസഫ് പോസ്റ്റിലൂടെ പറഞ്ഞു. ആ ടീമിലെ ഏക വനിതാ അംഗം താനായിരുന്നു. ഒരു രാത്രി തുടർച്ചയായി ഫോൺ കോളുകൾ വന്നതോടെ തന്റെ സഹപ്രവർത്തകരിൽ ഒരാളുടെ റൂമിൽ താമസിക്കേണ്ടതായി വന്നു. പിന്നീട് റൂം മാറ്റിയപ്പോൾ എന്തിനാണോ റൂം മാറ്റിയതെന്ന് ഹോട്ടൽ അധികൃതരോട് ചോദിക്കേണ്ടതായി വന്നു. മുകേഷ് പറഞ്ഞിട്ടാണ് മാറ്റിയതെന്ന മറുപടിയാണ് കിട്ടിയതെന്ന് ടെസ് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. അതേസമയം മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രഞ്ജിത്ത് രാജിവെച്ചിരുന്നു. രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് LDF നിലപാട് സ്വീകരിച്ചതിനു പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത്. വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയിം ബോർഡ് മാറ്റിയിരുന്നു. സിനിമാ ചർച്ചകൾക്കിടെ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് ബംഗാൾ നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയത്. 2009-2010 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്ന് ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയത്. ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണ് കഴിഞ്ഞതെന്നും ശ്രീലേഖ മിത്ര പറഞ്ഞു. സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു. പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ്. എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും നടി പറയുന്നു. പാലേരി മാണിക്യ സിനിമയിലും മറ്റു മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് കൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്ന് ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.